എന്താ നമ്മള് സൈക്കിളിനൊക്കെ അടിക്കുന്നത്, അത് വെച്ചിട്ടാണ് അത് വീർപ്പിക്കാൻ. അത് എടുക്കാൻ വേണ്ടി ഏട്ടൻ പോയിരിക്കുന്നു പപ്പയുടെ വർക്ക്ഷോപ്പിൽ. സുബിന ഷമിഷ് ഡേ അമ്മു ഹായ് ഡി. പിന്നെ ട്രീറ്റ്മെന്റ് ആണ്, നാളെ ട്രീറ്റ്മെന്റ് ആണ്. നാളെ ട്രീറ്റ്മെന്റ്, നാളെ കൊണ്ടുപോകണം, ഒപ്പിയിൽ കൊണ്ടുപോകണം. യു ഡോണ്ട് ഹാവ് മൂഡ്. സാഡ് ആണ് കേട്ടോ ഇപ്പം. എല്ലാവരും മെസ്സേജ് അയക്കൂ, എല്ലാവരും മെസ്സേജ് അയക്കൂ, എല്ലാവരും മെസ്സേജ് അയക്കൂ ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിനിയിപ്പം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ കുറച്ച് തുടയ്ക്കണം, തൂക്കണം, തുണി അലക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. വിനാഗ് പാവം ദ ഗ്രേറ്റ് പിള്ളേഴ്സ്. എൻ്റെ പേര് പിള്ളേഴ്സ്, നാടും കൂടൊക്കെ പിന്നെ വലിയ മഴ പോലെ ഇടയ്ക്ക് വരെ. ഇപ്പോൾ പോകുന്നു. ഓക്കെ ടാറ്റ. ശരവണൻ ഹായ്. മോളലിയാ സേനുദ്ദീൻ ചേച്ചി പ്ലേസ് ട്രിവാൻഡ്രോണ് കേട്ടോ. യൂസഫ് എൻ്റെ അന്വേഷണം പറയാനോട് പെങ്ങളെ, എൻ്റെ സങ്കടങ്ങൾക്ക് സന്തോഷം നിന്ന് തരുന്നു. ഓക്കെ. ഗോപു സജു ഫുഡ് കഴിച്ചോ ചേച്ചി? എസ് കഴിച്ചു. വേട്ടാവളിയൻ ഹായ് വേട്ടാവളിയൻ. എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് പറ്റിയൊരു മൂഡിലല്ല കേട്ടോ. സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞിനൊട്ടും വയ്യായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞ് തളർന്നു മോൻ്റെ സിറ്റുവേഷൻ കണ്ട്. പ്രേംജിത്ത് മലയാളിയാണോ? അയ്യോ മലയാളിയാണ് പ്രേംജിത്ത്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? എല്ലാവരും എവിടെ ഗൈസ്? എല്ലാവരും എവിടെയാണ്? എല്ലാവരും വരും, അടിച്ചു കയറി വാ, എല്ലാവരും ലൈക്ക് ചെയ്യട്ടാ. സുബ്രഹ്മണ്യൻ സുബ്രു എത്രയിലാ പഠിക്കുന്നു? ഞാൻ 5ാം ക്ലാസ്സിലാണ് കേട്ടോ. എന്നെ വേട്ടു എന്ന് വിളിച്ചാൽ മതി. ഓക്കെ വേട്ടു. മഴയുണ്ടോ അവിടെ? ഇല്ലില്ല, ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ഇരുണ്ട അവസ്ഥയിലാണ് കേട്ടോ. വേട്ടാവളം ചേട്ടൻ പോയില്ല, ഏട്ടൻ പുറത്തോട്ട് പോയേക്കുന്നു. ചുണ്ടിന് എന്ത് പറ്റും? ഈ ക്ലൈമറ്റിൻ്റെ ആണ് കേട്ടോ, പൊട്ടുന്നുണ്ട്. അലർജിയുടെ അല്ല, എനിക്കങ്ങനെ പൊട്ടുന്നുണ്ട്. മുൻപേ വേട്ടു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഫുൾ നെയിം വിളിക്കണ്ട. ഓക്കെ വേട്ടു. യൂസഫ് കെ പി ഫുഡ് കഴിച്ചു പെങ്ങളെ? കഴിച്ചു. എന്തിനാ കരയുന്നേ? കുഞ്ഞിന് വയ്യൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞല്ലോ, ഇങ്ങനെ ചോര ഇങ്ങനെ കുടുകൂടാന്ന് വീഴുമായിരുന്നു കണ്ണിൽ കൂടെ. നമ്മൾ പേടിച്ചു പോയി ആ ഒരവസ്ഥ. യൂസഫ് 5ാം ക്ലാസ്സിൽ. വിനാഗ് അല്ലാതെ കരയുമല്ല വേണ്ടത്. വിനാഗിന് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, അതാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ കൊച്ചിൻ്റെ കണ്ണിൽ ഇവിടെ ഇങ്ങനെ അത് കൊണ്ട് മുറിഞ്ഞ സമയത്ത് കൊച്ചു ഭയങ്കര നിലവിളിയായിരുന്നു. കണ്ണിൽ കൂടെ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ആകെ ഭയങ്കര. ആണുങ്ങളും ഇല്ല, ഞാനും അനിയത്തി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഉള്ളായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ എടുക്കത്തില്ല, നിങ്ങൾ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ ഒരു പെറ്റ തള്ളയുടെ അവസ്ഥ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ ഉയരേരി കൊച്ചിന് എന്ത് പറ്റി, അതും കണ്ണിൽ. പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പേര്, ഇവിടുന്ന് കുറച്ച് പേര് ഇങ്ങനെ വരുന്ന കൊച്ചിനെ നോക്കുന്നത്. എൻ്റെ ഉയരെരിഞ്ഞു പോയി. ഡേ കടിക്കാതിരി ചുണ്ടിന്. ആത്മാവും പറഞ്ഞു കറക്റ്റാ. എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. വേട്ടു എന്ത് പറ്റി? കുഞ്ഞിന് വയ്യ, മനസ്സിലായി. അവിടെ സോഫ്റ്റ് സ്കിൻ അല്ലേ. മധുര ഉച്ചിച്ച. നിങ്ങളെല്ലാവരും അടിച്ചു കയറി. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നമ്മളെ കൂട്ടാക്കണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മൾ അനിയൻ വന്നിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ഇന്നോ നാളെയോ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ സെലിബ്രേഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ മറന്നിട്ടില്ല. ഞാൻ പിന്നെ എന്താണെന്നറിയാമോടെ, സത്യം പറഞ്ഞാൽ കേക്കൊന്നും കട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല ഇന്നലെ. ഞാൻ സത്യം പറഞ്ഞാൽ ഏട്ടനെ ഞാൻ ഫോണിൽ വിളിച്ച്, ഞാൻ ആദ്യം വിളിച്ച് എൻ്റെ അടുത്ത് പറയണ്ട, കുഴപ്പമൊന്നും ഇല്ലല്ലോ അവനെന്നാ വിചാരിച്ച. ചോര ഇങ്ങനെ വരുന്നോറും എനിക്ക് ടെൻഷനായി. ഞാൻ ഏട്ടനെ കരഞ്ഞാണ് വിളിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ ഏട്ടനെ വിളിച്ച് പറ്റിക്കുന്നതായിരിക്കും. ഏട്ടൻ നീ എന്നെ പറ്റിക്കുവാണോ? ഞാൻ പിന്നെ ഇല്ല ഏട്ടാ പറ്റിക്കുകയല്ല, സത്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറ്റിക്കും. പെട്ടെന്ന് തന്നെ ഏട്ടൻ വന്ന്. പിന്നെ ഒരമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്ന ചോദിച്ചാൽ അവിടെ കൊണ്ട് കാണിക്കാത്തെ. അയ്യോ വെമ്പായം, ഞങ്ങൾ ഈ വെമ്പായം ജംഗ്ഷനിൽ വന്ന്. അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റിൽ കൊണ്ടുപോയി. ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് കന്യാകുളങ്ങര ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല, ഇതിനകത്ത് ചെറിയ തട്ടലുണ്ടെന്നേ ഉള്ളൂ, മെഡിക്കൽ കോളേജിൽ SIT കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഏട്ടൻ വരുന്നവർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ കുഞ്ഞിന് എങ്ങനെ കുറവുണ്ടോ? സ്റ്റിച്ച് ഉണ്ടോ? കോംപ്ലിക്കേഷൻ ആണോ ഡിയർ? ഇല്ലില്ല, ഇപ്പം കുഞ്ഞിന് സ്റ്റിച്ചും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കോംപ്ലിക്കേഷൻ കുറവുണ്ട്. കാരണം അവർ നോക്കിയപ്പോൾ കണ്ണിനത് ചതവുണ്ട്. നാളെ ഞരമ്പിൻ്റെ ഡോക്ടറൊക്കെ കൊണ്ടുപോകണം. ഞരമ്പിന് കുറച്ച് ടെസ്റ്റുകൾ നാളെ വന്ന് ചെയ്യണം. ഗോകുലം പോവില്ല, അവരുടെ ബില്ല്. നമുക്ക് പൈസയൊന്നും ഒരു പ്രശ്നമല്ല. ആത്മാവ് പിറങ്ങിയ മാവ്, അത് നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. കൊച്ചിനൊന്നും പറ്റരുത്. പൈസ ഒരു വിഷയമില്ല. എന്നെ ഒപ്തമോളജിയിൽ കൊണ്ടുപോയി കാണിച്ചാൽ